ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വ്യത്യസ്തമായൊരു വ്ലോഗാണ് ചെയ്യുന്നത്. അതിന് 3 പാർട്ടുണ്ടാവും. ഇതെല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക. 3 പാർട്ടിൽ 3 വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. എനിക്കിത് ഒരുപാട് ഉപയോഗപ്രദമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ചിലപ്പോൾ ഉപയോഗപ്രദമാകും എന്ന് വിശ്വാസത്തോടെയാണ് ഈ വ്ലോഗ് ചെയ്യുന്നത്. എൻ്റെ എല്ലാ സഹോദരിമാരും, ചേച്ചിമാരും, അമ്മമാരും, അമ്മമ്മമാരും, കൊച്ചു പെൺകുട്ടികളെ എല്ലാവരും കാണുക. എന്നിട്ട് നിങ്ങളുടെ കൊമൻറ്റ്സ് എന്നെ അറിയിക്കുക. ഇത് ഒരു സിന്തറ്റിക് ഗ്ലൗസ് ആണ്. ഇതുപോലത്തെ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം വാങ്ങാൻ കിട്ടും. അതല്ലെങ്കിൽ ഓർഗാനിക് ഇന്ത്യ എന്ന് പറയുന്ന ഷോപ്പിൽ നമുക്ക് നാച്ചുറൽ ഫൈബർ കൊണ്ടുണ്ടാക്കിയ സ്ക്രബ് വാങ്ങാൻ കിട്ടും. അത് ഒരെണ്ണം വാങ്ങി വയ്ക്കുക. അതുപോലെ തന്നെ നമുക്കൊരു ബോഡി സ്ക്രബ് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റും. അത് ഉണ്ടാക്കിയെടുത്ത് ആഴ്ചയിലൊരിക്കൽ ബോഡി മൊത്തം ഈ ഒരു സ്ക്രബും പിന്നെ ഈ ഗ്ലൗസോ അല്ലെങ്കിൽ നമ്മൾ കോക്കനട്ട് ഫൈബർ കൊണ്ടുള്ള സ്പോഞ്ചോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തേച്ച് കുടിക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ എടുത്ത്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് തന്നെ ഓയിലായാലും നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായൊരു ഓയിൽ ചെറിയ രീതിയിലൊന്ന് ദേഹം മൊത്തം പുരട്ടി ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്നത് കാമ ആയുർവേദത്തിൻ്റെ സ്ക്രബാണ്. ഇത് ഒന്ന് ഡാംപ് ചെയ്യുക. ഈ സ്ക്രബും നമുക്ക് എല്ലായിടത്തും വാങ്ങാൻ കിട്ടും കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ വളരെ സോഫ്റ്റാണ്. അതുപോലെ തന്നെ ഇതൊന്ന് വെറ്റാക്കിയതിന് ശേഷമേ നമ്മുടെ മുഖത്തൊക്കെ യൂസ് ചെയ്യാവുള്ളൂ. നമ്മൾ ഇതേപോലെ റൗണ്ട് മൂവ്മെൻറ്റ്സിൽ വളരെ ഡെലിക്കറ്റായിട്ട് മുഖത്ത് ഈ സ്ക്രബ് തേച്ച് ഒന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യണം. അധികം പ്രഷർ കൊടുക്കാതെ വേണം സ്ക്രബ് ചെയ്യാൻ. ഇനി വേണ്ടുന്നത് ഇതൊരു റേസറാണ്, ലേഡീസ് റേസറാണ്. ഇത് ഫേസിന് വേണ്ടി മാത്രം ഉപയോഗിക്കാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഐബ്രോ ഷേപ്പ് ചെയ്യാൻ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ നോർമലി ഐബ്രോ പോയി ത്രെഡ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഒരു ട്വീസറാണ്. ചില വലിയ രോമങ്ങളെല്ലാം നമ്മുടെ മൂക്കിൻ്റെ താഴെയായിട്ടും ലിപ്സിൻ്റെ മേളിലായിട്ടും താടിയുടെ ഈ ഭാഗത്തായിട്ടൊക്കെ വരും. അപ്പോൾ ഇതൊരു ട്യൂസർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതെടുത്ത് മാറ്റാം. മിക്കവാറും ഉള്ള അമ്മമാരൊന്നും പാർലറിൽ പോവാൻ കൂട്ടാക്കാറില്ല. അപ്പോൾ അവർക്ക് ആവശ്യം ഉള്ളതാണ് ഈ ട്വീസർ എന്ന് പറയുന്നത്. എല്ലാവർക്കും ആവശ്യം. അതുപോലെ ഞാൻ പറഞ്ഞില്ലയോ, ഒരു മാഗ്നിഫൈയിങ് മിറർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രോമങ്ങൾ അടുത്ത് കാണാൻ, അതിൻ്റെ റൂട്ട് വരെ ചെന്നെത്താൻ, അതിനെ മാറ്റുവാനും കഴിയും. അതിന് ഇത് വളരെ ഉപകാരപ്രദമായ ഒരു ഉപകരണമാണ് ഈ ട്വീസറും ഈ മാഗ്നിഫൈയിങ് മിററും. ഇത് നമുക്ക് ചെറിയ രോമങ്ങളെല്ലാം നമ്മുടെ മുഖത്തുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഇത് യൂസ് ചെയ്ത് ചെറിയ രോമങ്ങൾ നമുക്ക് തന്നെ നിർമ്മാർജ്ജനം ചെയ്യാം. വളരെ സാവധാനത്തിൽ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ കാണും. അതുപോലെ തന്നെ ചില ആൾക്കാർ ഐബ്രോ ഷേപ്പ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യുന്നു. ഈ ഒരു റേസർ നമുക്ക് 3-4 പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം അങ്ങ് കളയാവുന്നതാണ്. അണ്ടർ ആംസ് ക്ലീൻ ചെയ്യാൻ നമുക്ക് നിർബന്ധമായിട്ട് ഇതുപോലത്തെ ഒരു റേസർ വേണം. നിങ്ങളുടെ ചോയ്സ് ആയിട്ടുള്ളത്, നിങ്ങളുടെ ഇഷ്ടത്തിനും ഉള്ള ഒരു റേസർ കൂടി കരുതുക. അപ്പം മുഖമെല്ലാം സ്ക്രബ് ചെയ്തു എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി ഞാൻ അടുത്തത് യൂസ് ചെയ്യുന്നത് കാമ ആയുർവേദത്തിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. ഒരു പീഡ വലുപ്പത്തിലെടുത്ത് നന്നായിട്ട് മുഖത്ത് തേക്കുക. ഒരു പക്ഷേ നിങ്ങൾക്കിത് വാങ്ങാൻ കിട്ടിയില്ലെങ്കിൽ എല്ലാവരുടെ വീട്ടിലും ബ്രഷ് ഉണ്ടാവുമല്ലോ, ടൂത്ത് ബ്രഷ്. വളരെ സോഫ്റ്റായ ഒരു ടൂത്ത് ബ്രഷ് എടുക്കുക. കണ്ടോ, ഇത് ബെൻഡബിളാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് ഇതിൻ്റെ ബ്രിസിൽസ്. ഈ ബ്രിസിൽസിൻ്റെ അറ്റത്ത് നമ്മൾ
പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബ് ഇതിൻ്റെ അറ്റത്തൊന്ന് തേച്ചതിന് ശേഷം മൂക്കിൻ്റെ ചുറ്റാകെ മുഖത്തിൻ്റെ ചുറ്റാകെ നമുക്ക് റൗണ്ട് മോഷനിൽ ചെയ്ത് ക്ലീൻ ചെയ്യാവുന്നതാണ്. അത് കിട്ടിയില്ലെങ്കിൽ ഈസിയാണ്, ഇത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ശരീരത്തും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതും നമുക്ക് നല്ലപോലെ ഫ്രഷായിട്ട് ഫീൽ ചെയ്യാനും ഫ്രഷായിട്ട് ഇരിക്കാനും ഉപയോഗിക്കുന്ന ടിപ്സും കൂടെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നമ്മുടെ വെതർ തന്നെ നല്ല ചൂടാണ്, അപ്പോൾ എല്ലാവരും ഒരുപാട് വിയർക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വിയർപ്പ് നാറ്റവും ഉണ്ടാകാറുണ്ട്. എക്സ്പെഷ്യലി നമ്മൾ വെറ്റായിരിക്കുമ്പോൾ ബാക്ടീരിയയുടെ വളർച്ച കൂടുകയും ഒരുപാട് നാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ അത് എങ്ങനെ നമുക്ക് കുറയ്ക്കാമില്ലേ? ആദ്യമായി ഞാൻ പറഞ്ഞു അല്ലേ, ഹെയർ എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൈവറ്റ് പാർട്സ് എല്ലാം നല്ലതുപോലെ ഡ്രൈ ആക്കുക, വെള്ളാംശം ഇല്ലാതിരിക്കുക. അതുപോലെ തന്നെ ഒരു ഡിയോഡ്രൻറ്റ് ഉപയോഗിക്കുക. നമുക്ക് അനുയോജ്യമായ ഒരു ഡിയോഡ്രൻറ്റ് സെലക്ട് ചെയ്യുക. ഇത് അണ്ടർ ആംസിൽ പുരട്ടുക. അത് ഡ്രൈ ആയതിന് ശേഷം ഒരു 2 മിനിറ്റോളം എടുക്കും അതൊന്ന് ഡ്രൈ ആവാൻ. അതിന് ശേഷം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ബോഡിയിൽ ഇടാൻ പറ്റിയ ഒരു പൗഡർ അല്ലേ, നമുക്ക് സ്പ്രിങ്കിൾ ചെയ്യാൻ പറ്റിയത്. അപ്പം ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ഈ ഒരു ബ്രാൻഡാണ് ബയോട്ടിക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ പെർഫ്യൂംഡ് ആയിട്ടുള്ള ടാൽക്സും ഉണ്ട്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളൊരു ടാൽക്ക് തന്നെ ഉപയോഗിക്കുക. പക്ഷേ നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ ഈ ടാൽക്സ് ഒന്നും ഉപയോഗിക്കരുത്, അണ്ടർ ആംസിൽ ഉപയോഗിക്കാം. കാണാമല്ലോ നിങ്ങൾക്ക്. ഇതൊന്ന് കയ്യിൽ നന്നായിട്ടൊന്നാക്കിയിട്ട് മുഖത്ത് ഒന്ന് ഫ്രഷ് ഓൺ ചെയ്യുക. നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒരുപാട് ഓയിലി ഒന്നുമല്ല, പക്ഷേ നല്ലൊരു ഫീലാണ് കേട്ടോ ഇത്. ഞാൻ ഈ ടൂത്ത് ബ്രഷിൻ്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ നോർമലി പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ് എടുക്കാതെ ആ ടൂത്ത് ബ്രഷിൽ ശകലം ടൂത്ത് പേസ്റ്റ് എടുത്തതിന് ശേഷം നമ്മുടെ ചുണ്ടുകളൊന്ന് ബ്രഷ് ചെയ്യുക കേട്ടോ. കാര്യം എന്നും പല്ല് തേക്കുമ്പോൾ നമ്മുടെ ചുണ്ടും ബ്രഷ് ചെയ്യേണ്ടതാണ്. നമ്മുടെ ചുണ്ടിലും ഡെഡ് സെൽസ് ഉണ്ട്, അപ്പോൾ അതും പോകും, ഉണങ്ങിയിരിക്കത്തില്ല ചുണ്ടുകളൊന്നും തന്നെ. നല്ല സോഫ്റ്റായും ഡെഡ് സ്കിൻസുകളെല്ലാം പോകും. പിന്നെ നമ്മുടെ കാലിലെ രോമങ്ങളും നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയി നമുക്ക് അതിനെ എടുത്ത് കളയാൻ പറ്റും. അല്ലെങ്കിൽ വാക്സ് ചെയ്യാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ വാക്സ് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ ഷേവിംഗ് റേസർ ഉപയോഗിച്ച് നിർമ്മാർജ്ജനം ചെയ്യാവുന്നതാണ്.